ഹായ്, നമ്മൾ ഗുഡ് ഈവനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് സുഖസുന്ദരമായി വീട്ടിലെത്തിണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ 8:05 നമ്മളെ കഥ പറയാൻ വന്നാട്ടോ. സുഖമായിട്ടിരിക്കണോ, ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന വിവരങ്ങളൊക്കെ നമ്മൾ നേരിട്ട് വന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കുട്ടികളടുത്ത്. അതുകൊണ്ട് പ്രത്യേകിച്ച് സുഖവിവരമൊന്നും ചോദിക്കുന്നില്ല. എല്ലാവരും സുഖമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. മഴ പെട്ടെന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ബാഗിൽ എപ്പോഴും കുട ഉണ്ടായിക്കോട്ടെ. ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ കഥയിലേക്ക് പോയാലോ. നമ്മുടെ കഥ നമ്മളെ സാബുമോനും ശാലിനിയും കല്യാണത്തിന് ഒരുങ്ങല്ലേ. കല്യാണ ചെക്കന്മാരല്ല കേട്ടോ ഒരു ശാലിനി കല്യാണ ചെക്കൻ്റെ പെങ്ങളാണ്. സാബു ശാലിനിൻ്റെ പ്രിയതമൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആണ് സാബു. അപ്പോൾ സാബു നന്നായിട്ട് ഒരുങ്ങാട്ടോ. അവൻ നീല ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ശാലിനി ഒന്നിച്ച് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോയപ്പോൾ സാബുവിന് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്ത രംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളെ സാരീൻ്റെ അതേ കളർ തന്നെയാണ് സാബുവിന് എടുത്തത്. നീല ഷർട്ടൊക്കെയാണ് ഓനും വാങ്ങിയത്. അങ്ങനെ ആകുമ്പോൾ സാബു നല്ല മുണ്ടും നീല ഷർട്ടും ക്രീമും മുണ്ടൊക്കെ എടുത്തിട്ട് അതീവ സുന്ദരനായിട്ട് കണ്ണാടിയിൽ നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ കണ്ണാടിയിൽ നോക്കി മുടി നീരണ്ട് അങ്ങനെ നല്ല ചുരുണ്ട മുടിയാണ്. കഴിവുകൊണ്ടൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണാടീൻ്റെ മുകളിൽ ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ടാവും. കണ്ണാടി ഇങ്ങനെ ആക്കിക്കൊണ്ടുള്ള കണ്ണാടിയാണ്. പഴയകാല കഥകളാണ്. അപ്പം പഴയകാല വീടുകളൊക്കെയാണ്. അപ്പോൾ പൗഡർ ഇങ്ങോട്ട് എടുക്കുമ്പോഴേക്കും ഈ പൗഡർ ഇടണ്ട, നമ്മളെ ശാലിനി ഇടുന്ന പൗഡർ ഇടാം. ശാലിനി ഇടുന്ന പൗഡറും ശാലിനിൻ്റെ എന്തായിട്ടാവും മനസ്സ് കാണാം. ശാലിനിനോട് ആ പൗഡർ വാങ്ങി ഇന്നിടാന്നുള്ള തീരുമാനത്തിൽ അവനൊക്കെ മാറ്റി പിടിച്ചോ. അമ്മേ ഞാൻ പോവുകയാണ്, നിങ്ങൾ വരുന്നുണ്ടോ? അങ്ങനത്തെ ചോദ്യങ്ങളൊന്നുമില്ല. വരിക പോവുക, അത്രയേ ഉള്ളൂ. അമ്മൻ്റെ അടുത്ത് അങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും പറയില്ല. മൂത്തമ്മ ബാലനാണ്. അമ്മൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യമൊക്കെ പറയാം. സാബുവിന് എന്താ തോന്നണത് അത് ചെയ്യുന്നൊരു ആളാണ് സാബു. അങ്ങനെ ശാലിനിൻ്റെ വീട്ടിൽ വന്ന് അപ്പോൾ അവിടെ അല്ല, അപ്പോൾ നമ്മളെ ശാലിനിൻ്റെ അച്ഛൻ നല്ല ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങി. വാസേട്ടാ, കല്യാണച്ചക്കപ്പോൾ വാസേട്ടനാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും ജി ആ പന്തലിരുന്ന് വേഗം ചായ കുടിച്ചിടുന്ന് അറിയാം. വാസേട്ടൻ പറയാം, ചായ ഒക്കെ കുടിക്കുക, എനിക്കൊരു കാര്യം വാങ്ങാണ്ട്. എന്താ? ഞാൻ ശാലിനിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കോളാം. ആയിക്കോട്ടെ എന്ന് വാസേട്ടൻ പന്തലിലേക്ക് ഇറങ്ങിപ്പോവും. അങ്ങോട്ട് കയറി ചെന്നാൽ ഉഷേച്ചി വരും. എന്താ മോനെ സാബു ചായ കുടിച്ചില്ലേ? ചായ കുടിക്കുക. ചായ കുടിക്കുക. ശാലിനിയാടാ, ശാലിനി എന്നെ വിളിക്കണ്ടടി, സാബുതാ വിളിക്കണേ. അപ്പോൾ ഓളും കൂടി വന്ന എന്താ സാബു കയ്യിൽ മുല്ലപ്പൂ ഉണ്ടാവും, ഈ സാരിയൊക്കെ എടുത്ത് എൻ്റെ പൊന്നു മക്കളെ, എന്താ ഈ കല്യാണപ്പെണ്ണിൻ്റെ അതേ സാരി എന്നെ നോക്കിയിരുന്നിട്ട് അവസാനം സാബു അത് വാങ്ങിക്കൊടുക്കുകയാണല്ലോ. അപ്പം പറയാം അത് ആ എപ്പിസോഡൊക്കെ അത് പോയി കണ്ടോ. അങ്ങനെ എന്തായാലും കണ്ടു, നല്ല രസകരമായ എപ്പിസോഡാണ്. അവസാനം സാബുവിൻ്റെ ഒന്നും കൂടി എൻ്റെ മോൻ വന്നിട്ടുണ്ട്. കഥ സ്റ്റോപ്പ് ചെയ്യാൻ ബാക്കി പിന്നെ പറയാം. അപ്പം നമ്മളെ മോൻ വന്നപ്പോൾ അവൻ തന്നെ വരാൻ നേരം വൈകി. അതുകൊണ്ട് നമ്മൾ പിന്നെ സമയം ഇപ്പം എത്രയായി? 8:45 8:05 പറയാതിരുന്നത്. അപ്പോഴേക്കും മോൻ വന്ന്. അപ്പോൾ പിന്നെ ഞാൻ അവന് ചോറൊക്കെ കൊടുത്ത് അവൻ മേലെ പോയി. അങ്ങനെ ഇപ്പോൾ വീണ്ടും കഥ പറയാതിരിക്കണത്. അങ്ങനെ നമ്മളെ സാബുമോൻ പൗഡർ ഇടാണ്ട് ശാലിനിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് വരികയല്ലേ. അങ്ങനെ ശാലിനി ഉണ്ടാവും. അപ്പോൾ അകത്തുനിന്ന് നല്ല ആ സാരി, കാഞ്ചിപ്പുര സാരിയൊക്കെ നീലയിൽ കാഞ്ചിപ്പുര അടിപൊളി സാരിയും ഒക്കെ എടുത്തിട്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നക്ഷത്രം കണക്കിന് ഇങ്ങനെ തിളങ്ങി ഇങ്ങോട്ട് കയ്യിൽ മുല്ലപ്പൂവും ഉണ്ടാവും, എയർപിന്നിൻ്റെ ബോർഡും ഉണ്ടാവും കയ്യിൽ. അപ്പോൾ അവനെ കണ്ടപ്പോൾ എന്താ സാബു? അപ്പോൾ അവൻ പറയും, അങ്ങനെ തന്നെ നോക്കിക്കോ. ശാലിനിനെ കണ്ടിട്ട്, ശാലിനി അല്ലെങ്കിൽ സുന്ദരിയാണ്, സാബു സുന്ദരൻ തന്നെയാണ്, ഭയങ്കര രണ്ടുപേരും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നോക്കിക്കോ. അപ്പോൾ ഒളിക്ക് എന്താടാ? അപ്പം പറയാം, ഒന്നുമില്ല. എന്താടി സുന്ദരിയുണ്ടല്ലോ? അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ? നീ സുന്ദരി തന്നെയാണ്, പക്ഷെ ഇത് വല്ലാത്തൊരു സുന്ദരിമയാണ് കേട്ടോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഓളറിയാം, ആണോ? ഇതെന്താടി മുല്ലപ്പൂ വെക്കാനാ? അപ്പോൾ ഓളറിയാം, മുല്ലപ്പൂ വെക്കാനാ, ഇനി മുല്ലപ്പൂം കൂടി വെക്കാനുള്ളൂ സാബു. അപ്പോൾ അവൻ പറയും,
എടി ഇന്ന് ഞാൻ വെച്ചിട്ട്. വേണ്ട വേണ്ട സാബു, നീ വെച്ചാൽ നന്നാവില്ല. എന്തടി അങ്ങനെ പറയണേ? ഞാൻ വെച്ചാൽ നന്നാവൂല എന്നൊക്കെ പറയാൻ പാടുമോ ശാലിനി? എടാ കല്യാണല്ലേ, ഫോട്ടോക്കെ എടുക്കില്ലടാ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് വെക്കണ്ടേ പൂവൊക്കെ. നീ വെച്ചത് കുളമായി പോയാലോ? നിനക്ക് വെക്കാനായിട്ട് ഒരു ദിവസം ഞാൻ മുല്ലപ്പൂ വെക്കാനായിട്ട് നിൻ്റെ മുന്നിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറയും, എടി ശാലിനി. അപ്പോൾ ആ ഡൈനിങ് ഇടനാഴികയാണ്. അവിടെ അവർ രണ്ടും പേര് മാത്രം ആയിക്കുണ്ടാവും. ഒരു മേശയും പിന്നെ കസേരയൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ ഓൻ ചോദിക്കും, എടി ആ സമയമാകുമ്പോൾ ഞാൻ ഉണ്ടാവും എടി. എന്തടാ അങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ അവൻ്റെ വായ ഇങ്ങോട്ട് പൊത്തും. അപ്പോൾ കയ്യിൽ എയർപിന്നിൻ്റെ ബോർഡ് ഉണ്ടാവും, അത് അവൻ്റെ മീന്തമലും വീസമലൊക്കെ കൊത്തും. അപ്പോൾ പറയും, എടി എടി എടി. അപ്പോൾ അവൾക്ക് എന്താ എയർപിന്ന്, അത് അവൻ്റെ മീന്തമത്ത. അപ്പോൾ വേഗം കൈയെടുക്കും. അവർ എന്താടാ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പാടുമെന്നാവും വളിച്ചിട്ട്. ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല ശാലിനി, പിന്നെ നീ എന്നെ കൊതിപ്പിച്ചു ആഗ്രഹിച്ചു കൊല്ലു, അതാണ് അത് പറഞ്ഞതാണ്. അപ്പോൾ അറിയാം ശരി, എൻ്റെ കൊതിപ്പിക്കലും നുണപ്പിക്കലൊക്കെ ഞാൻ ഇന്നുകൊണ്ട് എനിക്കൊക്കെ റെഡിയാക്കി തരണ്ട. ഏന്ന് വെച്ചോ പെൻസിമൽ അവിടെ ഇരിക്കുക. അപ്പോഴേക്ക് എന്തായി ഇപ്പോൾ പറഞ്ഞേ? ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് ഈ കേട്ടല്ലോ. ഇനി ഞാൻ അതൊന്നും കൂടി റിപ്പീറ്റ് അടിക്കില്ല. ഈ ഇപ്പം എന്തിനാ വന്നത് അത് പറയും. അപ്പോൾ പറയും, എടി ഈ ഇടുന്ന പൗഡർ ഒന്ന് കൊണ്ടടി. അപ്പോൾ അത് കേട്ടുകൊണ്ട് അവളെ അമ്മ അങ്ങോട്ട് വരിക. ആ മോനെ പൗഡറാ, പുതിയ പൗഡർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുതിയ കുറ്റി പിന്നെ കല്യാണമായിട്ട് വാങ്ങിയാന്ന് പറഞ്ഞാൽ വേറെ പുതിയ കുറ്റി ഇങ്ങോട്ട് കൊണ്ടു കൊടുക്കും. ഇതല്ല അമ്മേ, അത് വേണ്ട, അത് ഇവള് എടുത്തുന്നോളൂ, ഇവള് എനിക്ക് സ്ഥിരമായിട്ട് ഇടുന്ന പൗഡർ വേണം, അതാ അവളെടുത്തരൂ. അമ്മ പോയി പുറപ്പെട്ടോന്ന് പറയാം. ഉഷേച്ചി പോയി പുറപ്പെട്ടോ, ഉഷേച്ചി എന്നാ വിളിക്കുക. ഉഷേച്ചി പോയി പുറപ്പെട്ടോ. അപ്പം ഉഷയ്ക്ക് തോന്നുന്നു ഒരിക്കൽ എന്തൊക്കെയോ സംസാരിക്കാണ്ട് അവരിഷ്ടമാണെന്നൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മ അപ്പം വേഗം സാരിയൊക്കെ മാറ്റിയിട്ട് പുറപ്പെടാൻ ഒരുക്കങ്ങളിലൊക്കെയാണ്. അപ്പോൾ അമ്മയും പറഞ്ഞിട്ടുണ്ടാവും, സാബു പോയി ചായ ആക്കിയിട്ടോ, ഞാൻ ചായ അയച്ചോളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവളേക്ക് എന്തടാ അനക്ക് എന്ത് പൗഡർ വേണ്ടേ? എടി ഈ ഇടണ കുട്ടിക്കൂറ പൗഡർ വേണം എനിക്ക് എന്നറിയാം. അപ്പോൾ ഓള് പോയി കണ്ട് ആ പൗഡർ എടുത്തോണ്ട് കൊടുക്കുക. ആ എടുത്ത് കൊണ്ടെടുത്താണ് ചെക്ക ആ പൗഡർ ഇങ്ങോട്ട് വാങ്ങി തുറന്ന് കണ്ട് പറയാം, അതെ ഇതിട്ടിട്ട് നടക്കുമ്പോൾ ഒക്കെ എൻ്റെ മണം വേണമെന്ന് പറഞ്ഞു കണ്ട് ഷർട്ടിൻ്റെ ഒരു കുടുക്ക് കിട്ടയച്ച് ഇങ്ങനെ വെടുക്കിട്. അവളറിയാം, എന്താടാ നീല ഷർട്ടിലും ആക്കി വൃത്തിക്കേടാക്കി അങ്ങനെ എന്തിനോ പൗഡർ വാരിയിട്ടിടുന്നൊക്കെ പറയും. ആദ്യം ഉള്ളൊരു പൗഡർ തരൂല, എൻ്റെ ഈ എണ്ണമഴയുള്ള മുഖം എനിക്ക് ഇഷ്ടം എന്ന് പറയും. അപ്പം അവൻ പറയും, ആ ശരിയേ, ആ എണ്ണമഴയുള്ള മുഖം ഞാൻ പിന്നെ എനിക്ക് വെച്ചിട്ടുണ്ട്, ഇന്നിപ്പോൾ കല്യാണം എനിക്ക് പുറപ്പെടണം, എനിക്ക് ഫോട്ടോത്തിൽ പെടണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പൗഡർ ചോദിക്കുന്നത്. അപ്പോൾ ഓള് പറഞ്ഞ പോലെ തന്നെ അവൻ മറുപടി കൊടുക്കണ്ട്. അങ്ങനെ ഇവളെന്ത് ചെയ്യും, പിന്നെ ഈ പൗഡർ ഷർട്ടുമിലൊക്കെ ആയില്ല. അപ്പോൾ ഒക്കെ ഭയങ്കര സങ്കടമായി. നല്ല കരിഞ്ഞ നീലത്തിൻ്റെ കളർ നീല ഷർട്ടല്ലേ, ആളെ സാരി അതല്ലേ. അപ്പടി ഇവളെന്ത് ചെയ്യും, അവിടെ ഉള്ള തോർത്തുണ്ടുണ്ട്, അവരൊക്കെ തോർത്തിയ ഒരു നനഞ്ഞ മാതിരത്തൊരു തോർത്തുണ്ടാക്കിയ ആ ടേബിളിൽ നിന്ന് ആ തോർത്തുണ്ട് എടുത്ത് അവൻ്റെ ഷർട്ടൊക്കെ തുടച്ചെടുക്കും. പിന്നെ എനിക്ക് ഇപ്പോഴും കുട്ടികളെ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് ചിത്തറുണ്ട്. അപ്പോൾ പറയുന്നത്, അപ്പോൾ അങ്ങനെ ഓളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും, ഓള് നിൽക്കല്ലേ. പറയുന്നത്, തടി എൻ്റെ മണം എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവാനല്ല ഞാൻ അതിട്ട്. ഒരു കുട്ടിക്കൂറ പൗഡർ കിട്ടിയാൽ അതിട്ടാൽ എൻ്റെ മണമായി, പിന്നെ ഞാൻ വേണ്ട, ആ പൗഡർ മതി എനിക്ക്. ഈ കുട്ടിക്കൂറ പൗഡർ നിൻ്റെ വിയർപ്പിൻ്റെ ഗന്ധം കൂടി കൂടുമ്പേ ശാലിനി നിൻ്റെ ഗന്ധാവുകൾ. എന്നിട്ടാണ് പോയി ഒരു കുറ്റി പൗഡർ എനിക്ക് വേണ്ടിയിട്ടാന്ന് പറയണമെന്നൊക്കെ പറയും. അങ്ങനെ ഒക്കെ തുടച്ച് കഴിഞ്ഞാൽ അവളെ ഇട്ട് കഴിഞ്ഞല്ല. അപ്പം പിന്നെ എന്നാൽ വേഗം പോയി ചായ പിടിച്ച് നമുക്ക് പോവാണ്ട് പുറപ്പിടിക്കാൻ ഒരു നേരത്തെ പിന്നെ അമ്പലത്തിൽ തോക്ക് കാർത്തികക്ക് പൂവൊക്കെ വെക്കാനുള്ളതാണ്. പിന്നെ അപ്പോൾ അവൻ പറയും, ഞാനില്ലേടി ഇജ്ജ് പൊയ്ക്കോ, നിങ്ങൾ പൊയ്ക്കോ. എടാ കാറോട്ടെ ഈ വേണ്ട, ഞാൻ വേണ്ട, എൻ്റെ വിനറിനറിയാം, വിനറിനെ കൂട്ടിയിട്ടേക്ക് പൊയ്ക്കോ. അതെന്താ? അപ്പോൾ പറയും, ഇവിടെ കാലൊക്കെ തൊട്ടുരുളക്കണം പാപ്പട്ടെ. അപ്പോൾ എടി ഞാനൊരു അളിയനല്ലേ ഉള്ളൂ, അപ്പോൾ എൻ്റെ കാലം ഒന്ന് തൊട്ടുരുളച്ചോട്ടെ, പിന്നെ നിങ്ങൾ പൊയ്ക്കോളെ. അപ്പോൾ പറയും, സാബുവിൻ്റെ കാലൊന്നും തൊട്ട് നിറവിലൊക്കില്ല. അതെന്താടി എൻ്റെ കാല് തൊട്ടുറിലക്കാത്തത്? അവരെ ബാബേട്ടനല്ലേ മൂത്തത്, അപ്പം ബാബേട്ടൻ്റെ കാല് സാബു തൊട്ട് കയറിലക്കേണ്ടി വരും ഇവിടെ നിന്നാൽ. അങ്ങനെയോ? അങ്ങനെ തന്നെയാണ് പിന്നെ ഇളയരെ കാലൊന്നും തൊട്ട് നിറവിലൊക്കില്ല എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അവൻ പറയും, എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് വരാം, എന്നാൽ അതന്നെ പറഞ്ഞേ, ചായ കുടിച്ചോ. അപ്പോൾ അങ്ങനെ നീക്കിയേക്കും. അപ്പം ഉണ്ടാകുമ്പോൾ നന്ദിനി കുട്ടി വല്ല വെറുതെ സാരിക്കെടുത്ത് നല്ല അടിപൊളി സാരിക്കെടുത്തിട്ട് സുന്ദരിയായിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ
ഇതാരാണ് ഇവിടെ രാജകുമാരിയല്ലേ വന്നിക്കിടുമെന്ന് പറഞ്ഞ ശാലിനിക്ക് പറ്റിയില്ല കേട്ടോ. ശാലിനെ കുറെ പുകഴ്ത്തിയിട്ടല്ലോ. അപ്പൊ ശാലിനി അറിയാം, ആ മതി മതിക്ക് പറ്റുമോ പറയാം. എടി എന്നെ അവള് നല്ല സുന്ദരിയായില്ലേ, അതൊന്ന് പറയണ്ടേ. അപ്പോൾ അവളറിയാം. അപ്പോൾ പിന്നെ നന്ദിനി ഇങ്ങനെ ചിരിക്കട്ടോ. അപ്പോൾ ഇവളറി മതി മതി വേഗം പോയി ചായ കുടിച്ചോ. അപ്പോൾ അവൻ എടുത്തേക്ക് വയ്ക്കുക. അപ്പോൾ ഞാൻ പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ടല്ല ഇപ്പം എന്നെ ഇവിടെ നിന്ന് അല്ലടി ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല, നമുക്ക് പോകണ്ടേ, അതുകൊണ്ടാണ് ഈ ചായ കുടിക്കാൻ നിന്നാൽ എനിക്ക് കുറേ സമയം ഉള്ളതൊക്കെ തിന്നും വേണം എനിക്ക്. അന്ന് എൻ്റെ വീട്ടിലത്തെ ഭക്ഷണയ്ക്ക് വേണ്ട പറയും. അവരെ വേണമെങ്കിൽ ഈ കച്ചറക്കായിട്ട് രാവിലെ തന്നെ എൻ്റെ അടുത്ത് വന്നാണ്. അപ്പം പറയും പിന്നെ ഓള് അത് പറയും അല്ലടി ഞാൻ എന്നോട് കച്ചറ കൂടുമോ, ഈ എൻ്റെ സ്വത്തല്ലേ എന്നൊക്കെ പറയും. ആ മതി പുന്നാരിച്ചും കിന്നാരിച്ചൊക്കെ. അപ്പം പറയുന്നത് ഞാൻ ചായ കുടിക്കല്ലേ, നേരത്തെ പറഞ്ഞൊക്കെ റെഡിയല്ലേ. എന്ത് നേരത്തെ ഇപ്പം പറഞ്ഞ മറന്നുപോയാ. അപ്പോൾ അവളറിയാം ഈ ചായ കുടിക്കും സബ് കളിക്കല്ലേ എന്നറിയാം. കണ്ടാണ്ട് ഒരു ഉദ്യോഗം കൊണ്ട് പറഞ്ഞേക്കാം. അപ്പോൾ ചായ കുടിക്കാൻ പോവാ. അപ്പം ഉണ്ടാവും അവളെ വീണ്ടും സുന്ദരനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിണ്ടാവും. അല്ല അപ്പോൾ അവൻ പറയും പിന്നെ ഉഷിച്ചിയ അവളെ മുല്ലപ്പൂ ഒന്നും നല്ല വെച്ച് കൊടുക്കുക. അപ്പോൾ നന്ദിനി വരും, നന്ദിനിക്കും വെക്കണം എന്നുണ്ട്. അപ്പോൾ സാബ് പറയും ആദ്യമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ, പിന്നെ എന്നിട്ട് നന്ദിനിക്ക് വെച്ച് കൊടുത്താൽ എന്താ സാബട്ടോ അങ്ങനെ പറഞ്ഞു. ഒന്നുമില്ലടി ഓള് ആ മുല്ലപ്പൂക്കെ പിടിച്ച് ഇങ്ങനെ വടക്കാക്കുക, അതാണ് ഓളെ കയ്യിൽ കുറേ ആയി മുല്ലപ്പൂ. അപ്പോൾ അത് ഓളെ തലയിൽ നൊട്ട അയച്ചിട്ട് പറഞ്ഞതാണെന്ന് അറിയാം സാബ്. അങ്ങനെയാണ് പിന്നെ ഇവള് വേപ്പൊയ്ക്ക് പറഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ പോണത്. അങ്ങനെ ഉഷേച്ചി ശാലിനിക്ക് പൂ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ശാലിനി ബാക്കിയുള്ള മിനുക്ക് പണിക്കൊക്കെ അകത്തേക്ക് കണ്ണാടിൻ്റെ മുന്നിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നന്ദിനിക്ക് മുല്ലപ്പൂ ഇങ്ങനെ വെക്കേക്കിട്ടോ ഉഷേച്ചി. അപ്പം വേണുണ്ടോ മാറ്റി ഇങ്ങോട്ട് വരണേ. നല്ല മെറൂൺ ഷർട്ടൊക്കെ ഒരു മാച്ചിലാണല്ലോ വാങ്ങിയത്. ഷർട്ടൊക്കെ ഇട്ട് നല്ല ക്രീം കസവുകാരൻ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയാൽ മുടി ഇരുന്നുണ്ടാവും. മുടി ഇങ്ങനെ കുടഞ്ഞിടയ്ക്കും. ഒരിക്കൊക്കെ നല്ല കോലം മുടിയാണ്. അപ്പോൾ പിന്നെ ഇവളറിയാം ഹായ് സുന്ദരനായിട്ട് വരുന്നുണ്ടല്ലോ, അമ്മായി നോക്ക് വേണേരണോ നോക്ക്, ഇതിപ്പോൾ കല്യാണച്ചൊക്കെ ഇതാണോ. അപ്പോൾ പിന്നെ അമ്മ പറയും ആ എൻ്റെ മോനല്ല സുന്ദരനായിണ്ടല്ലോ, പിന്നെ കല്യാണച്ചക്കനെ പോലെ ഉണ്ട്. മോള് പറഞ്ഞത് ശരിയാണ്. എന്നാ അമ്മേ ഏട്ടൻ്റെ കൂടെ അങ്ങോട്ട് കല്യാണം കഴിച്ചാലോ, ഏട്ടൻ്റെ കൂടെ കല്യാണം കഴിക്കാനോ. ആ അപ്പോൾ പെണ്ണത് അമ്മൻ്റെ മുന്നിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് പെൺകുട്ടികൾ, അതന്നെ ആയിക്കോട്ടെ. അപ്പോൾ അമ്മ പറയും വേണ്ട ഇപ്പം കല്യാണമൊന്നും കഴിക്കണ്ട, എൻ്റെ മോൻ കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചാൽ മതി. ഇപ്പോഴേ കല്യാണം കഴിച്ചാലില്ലേ പിന്നെ പെണ്ണുങ്ങളെ കൂടി ഇപ്പം പിന്നെ അമ്മനോട് കാട്ടണ സ്നേഹം ഒന്നും എൻ്റെ മോനുണ്ടാവില്ല. ഒരാളെ ഞാൻ ഒരു പെണ്ണിനെ കൊടുക്കുകയാണ്, അവൻ്റെ സ്നേഹം ഇപ്പം എനിക്ക് എൻ്റെ അടുത്തുനിന്ന് പോകും. അപ്പോൾ എൻ്റെതെങ്കിലും എനിക്ക് കുറച്ചും കൂടി കിട്ടിട്ടുണ്ടോ, ഞങ്ങൾക്ക് പ്രായമായില്ലേ. അത് അമ്മ ചിരിച്ചും കൊണ്ട് പറയാം എൻ്റെ അമ്മായി. അപ്പോൾ ഇവൾ പൂ വെക്കണോടത്തുനിന്ന് പിന്നെ ഉഷനെ നിൽക്കിട്ട് പറയാം എൻ്റെ അമ്മായി അങ്ങനെ പറഞ്ഞേ. എന്ത് കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ തന്നെ അമ്മനോട് സ്നേഹമല്ലേ ഉണ്ടാവുക, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അമ്മായിനെ സ്നേഹിച്ച ബാക്കി പെണ്ണിനെ സ്നേഹിച്ചാൽ മതി. അത് മോള് പറയണ മാതിരിയാണ്, ആ പെൺകുട്ടി പറയണ മാതിരിയല്ലേ. ഞാൻ പറയണ മാതിരിയൊക്കെ തന്നെയാണ് എന്താ പറയുക. അപ്പോൾ പിന്നെ ഉഷച്ച് ചിരിച്ചും കണ്ടിട്ട് അമ്മ പിന്നെ ചെറുപ്പടയച്ചാൽ അത്തേക്ക് പോയി മുടി കയറുന്ന് പിന്നെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ അറിയിക്കും എന്താ വീണേട്ടാ, എന്തേ ഒന്നും പറഞ്ഞില്ല. എന്ത് പിന്നെ ഞാൻ സാരി എടുത്തിട്ട് അടി നിറഞ്ഞാണ്ട് അപ്പോൾ പിന്നെ ഏട്ടൻ്റെ റൂമിലേക്ക് പോകും. അങ്ങനെ അമ്മ പൂവൊക്കെ വെച്ച് കൊടുത്തിട്ട് അമ്മ അകത്തേക്ക് അങ്ങോട്ട് പോവേ. അപ്പോൾ അവിടെ തന്നെ നിൽക്കൊക്കെ ഒരു സങ്കടക്കാവേ. കാരണം വെച്ചാൽ ശാലിനെ സാബ് പുകഴ്ത്തുന്ന അവൾ കേട്ടിട്ടുണ്ട്. പിന്നെ അവളെയും നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ വേണായിട്ട് എന്താ ഒന്നും പറയാതിരുന്നതെന്ന് വിചാരിച്ചോളും ഇങ്ങനെ മുല്ലപ്പൂവും വെച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആ മുടി ചീകി ഇങ്ങോട്ട് ഇറങ്ങി വരും. അപ്പോൾ എന്തേടി ചായ വയ്ക്കില്ലേ, എനിക്ക് ചായ ഉണ്ടാ, വേണിട്ടും പോയി ചായ വെച്ചാ. എന്തേ ഒന്നുമില്ല. എന്ത് പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ വേണേട്ടെ. ഞാൻ പറയാൻ പോണല്ലേ. വേണ്ട പറഞ്ഞ് പറയിപ്പിക്കണതും അല്ലാണ്ട് പറയണതിൻ്റെ ഓരോ സുഖങ്ങൾ വേറെ ഇട്ടാ വേണേട്ടാ. ഇനി ഒന്നും പറയണ്ട, അതൊക്കെ സബടിനെ കണ്ട് പഠിക്കണം. സബട് എത്ര പുകഴ്ത്തി ശാലിനെ എന്നോടും പറഞ്ഞു സുന്ദരി. അവൻ പറഞ്ഞല്ല അത് മതിയല്ല എന്നാ ഞാൻ പറയില്ല. അപ്പോൾ അവള് കൈ പിടിച്ചിട്ട് അല്ല പറയും വേണ്ടേട്ടാ അറിയാം. അപ്പം പറയും ഇല്ല ഞാൻ പറയില്ല അറിയുമ്പോൾ അമ്മ ഇങ്ങോട്ട് വരും. അമ്മ വന്ന ഉടനെ എന്നെ അപ്പം പറയും അമ്മ പെണ്ണിനി ചായ കുടിക്കാൻ വിളിക്കാണ് പോന്നോട്ടെ, നീ പൂവൊക്കെ വെക്കാൻ നേരത്തെ പോകണം എന്ന് പറഞ്ഞല്ലേ. അവർ അല്ല ഇനി പോയി ചായ കുടിക്കുക, എൻ്റെ മുടിയിലേക്ക് മുല്ലപ്പൂ വെക്കണം അവളെ. അപ്പോൾ അവൾ വേഗം അങ്ങോട്ടേക്ക് ചെല്ലിട്ടാ അമ്മായിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ മുല്ലപ്പൂ ഇങ്ങനെ വെക്കുമ്പോൾ അമ്മയ്ക്ക് ഇതെന്താ കൈയൊക്കെ പിടിച്ച്, എൻ്റെ അങ്ങനത്തെ കുട്ടിയൊന്നും അല്ലല്ലോ. ഒരു ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉഷയ്ക്ക് തോന്നും.
പിന്നെ ഇവളെ നേരത്തെ സംസാരം പിന്നെ അത് കാര്യമാക്കൂല. അങ്ങനെ ഇവർ മുല്ലപ്പൊക്കെ വെച്ച് പിന്നെ ശാലിനോട് പറയും, ശാലിനി അപ്പോൾ ചാടിക്കാൻ പറയും, വേണ്ടടി ഞാൻ ചായയും ബിസ്ക്കറ്റും കുടിച്ച് നീ ഉപ്പുമാ ഒന്ന് തിന്നാൻ ഇറങ്ങൂല, അവൾക്ക് തിന്നാനൊന്നും വേണ്ട, അവൾക്ക് പോർപ്പിട്ട് ചമഞ്ഞണിഞ്ഞ് ഇങ്ങനെ ഒരുങ്ങി നടന്നാൽ മതി. അപ്പോൾ ഓള് പോയി ചായ കുടിക്കായിരിക്കും. ഓള് വേണുവിൻ്റെ അടുത്തിരിക്കില്ല, വേറെ പോയി ചായയൊക്കെ കുടിച്ച് അങ്ങനെ പിന്നെ വേണു പറയും, എടാ നമുക്ക് പോണ്ടേ, ഓരൊക്കെ വിളിച്ചോടുന്ന് പറയും. അപ്പം പിന്നെ ഇവരങ്ങോട്ടേക്ക് പോവാനൊക്കെ ശാലിനി സാധനങ്ങളും പൂവും എറപ്പിനും ഇതൊക്കെ, അങ്ങനെ ശാലിനി പിന്നെ എറപ്പിനും ഇതൊക്കെ ഒരു ബോക്സിലാക്കി ഒക്കെ പിടിച്ച് ഇറങ്ങല്ലേ. അപ്പോൾ സബു ടവലൊക്കെ അരന്നൊക്കെ എടുത്ത് മുഖമൊക്കെ തുടച്ച് പേഴ്സൊക്കെ ഇട്ട് വാച്ചൊക്കെ കെട്ടി നല്ല സുന്ദരനായിട്ടുണ്ടാവും കേട്ടോ സബു. ഇറങ്ങാറുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടാവും പിന്നെ ആ തൊടിയിലേക്ക് കാറ് നിർത്തി അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഇവർ ചാലി കീറി കൊടുത്തിട്ട് വെള്ളം ചളിയൊക്കെ നിൽക്കണം. അപ്പോൾ ഇവളിങ്ങനെ ഇങ്ങനെ തന്നെ നിൽക്കും. ഞാൻ എന്താ ചെയ്യുക, അങ്ങോട്ട് ചാടിയാൽ പിന്നെ ഒക്കെ അങ്ങോട്ട് എത്തൂല. ചളി കൂടെ ഉള്ള പുതിയ ചെരുപ്പിട്ടൊക്കെ നടക്കാനും വയ്യ. അപ്പോൾ സബു അങ്ങോട്ട് ചാടി വേണു അങ്ങോട്ട് ചാടി. അപ്പോൾ നന്ദിനി ഉണ്ടാവും. അപ്പോൾ ഇവൻ തിരിഞ്ഞു നോക്കും. സാബുവിന് മനസ്സിലായി. സാബു തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ നിൽക്കണം, ഒരു അറപ്പായ ആളാരി ആ പെട്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ എന്തടി എങ്ങനെയാ സബു വെള്ളത്തിൽ കൂടെ അപ്പടിയോ എന്തെയോ അങ്ങോട്ടേക്ക് ചാടും. അങ്ങോട്ട് ചാടിയിട്ട് ഓനിങ്ങനെ ഇങ്ങനെ പിടിക്കാനുള്ളൂ, ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിങ്ങാണ്ട് അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ പറയാം, അയ്യോ സാബു ചളിയിൽ ചവിട്ടിയിൽ പറയാം, ആരെങ്കിലും ഒരാൾ ഈ ചളി ചവിട്ടാണ്ട് ഇപ്പോൾ നടക്കാൻ പറ്റും, അന്നെടുത്തേക്ക് പറക്കാനൊന്നും പറ്റില്ലല്ലോ പറഞ്ഞ അവിടെ വെക്കും. അങ്ങനെ അപ്പോൾ നന്ദിനി അവിടെ കണ്ട. അപ്പോൾ വേണു അറിയാം, അല്ല സാബു വേണു എടുത്തു പൊക്കിക്കോ. അപ്പോൾ ഇവളറിയാം, അപ്പോൾ സാബട്ട അവിടെ നിന്ന് ശാലിനെ എടുത്ത് പൊക്കിയ മാതിരി നിന്നെ പൊക്കാനൊന്നും വേടായിരുന്നു പറ്റുമല്ലോ. അപ്പം വീട് ഇങ്ങനെ ഓളം നിൽക്കും. ഒന്നല്ല, ഞാൻ ഇച്ചിരി തടിയൊക്കെ ഇല്ലേ, ഞാൻ വല്ല നടന്നോളാറിനോളും പമ്മി ചളി കൂടെ ആക്കി നടക്കും. അപ്പോൾ പിന്നെ പറയും, നമുക്ക് അത് അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് കാല് കയറാറ്. അപ്പോൾ വളരില്ല, കാലിൽ ചളിയൊന്നും ആയില്ല, കുറച്ച് ഹീലുള്ള ചെരുപ്പൊക്കെ ആക്കി ഇവളിട്ടുണ്ടാവുക. അങ്ങനെ ഇവള് കുറച്ച് സമയം അങ്ങനെ ഇവരെല്ലാവരും കൂടി കാറി കയറി ശാലിനി മുന്നിലിരുന്ന് സാബുവിൻ്റെ അടുത്തിരുന്ന് വേണിരുന്ന് ഇവരൊക്കെ ഇരുന്നപ്പോൾ ശാലിനി അറിയാം, അയ്യോ സുഗന്ധിനി ഞാൻ വിളിച്ചിനി, എന്തിനാ മുല്ലപ്പൂ വെക്കാൻ, ഇനി പോരെ വിളിക്കണ്ട. അപ്പോൾ സാബു പറയും, അന്ന ഞാനിപ്പോൾ ആ ചളീന്ന് എടുത്ത് ഇങ്ങോട്ട് വെച്ചതാ, ഇനി ഈ ആ ചളി കൂടെ പോയിട്ട് ഓരോ വിളിച്ചുകൊണ്ടത് ചളി കൂടെ ഇങ്ങോട്ട് വരാൻ പറ്റുന്നുണ്ട്, പോയാൽ മതി. അപ്പോൾ വേണ അറിയാം, ഓര് വന്നോളൂ, ആ മോശമല്ലേ വേണിട്ട് അവരോട് വരാൻ പറഞ്ഞിട്ട് പിന്നെ ഓരോ കൂട്ടാണ്ട് പോണേ മോശമല്ലേ, ഒരു ഇതുവരെ ഓരോ വീട്ടിൽ നിന്ന് വന്നില്ലല്ലോ, സബു ഈ വിട്ടിട്ടെന്ന് പറയും. അങ്ങനെ ഒരു വിട്ട് അവിടെ അമ്പലത്തിലെത്തി. കാർത്തിക ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും. കാർത്തികക്ക് നല്ല ഭംഗിയിൽ മുല്ലപ്പൂക്കെ വെച്ച് സുന്ദരിയായി. പിന്നെ കല്യാണക്കാരൊക്കെ വന്ന് കല്യാണം താലികെട്ടും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവർ തിരിച്ചിങ്ങോട്ട് വന്ന് വീട്ടിലെത്തി. അപ്പോഴേക്കും ചേച്ചി മുന്നിൽ ഓടിപ്പോയി വിളക്കൊക്കെ കത്തിച്ച്. അങ്ങനെ അമ്മായിയും എല്ലാവരും കൂടി നിറപ്പറയും താലൊക്കെ ആയിട്ട് അവൾക്ക് അരിയും പൂവൊക്കെ എറിഞ്ഞ് മക്കളെ രണ്ടാളെ കാല് കഴുകിച്ച് അവൾക്ക് വിളക്ക് കൊടുത്ത് അവളെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മളെ കഥ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ, ബായ്. നമുക്കൊന്ന് ലൈവ് കയറണം എന്നുണ്ട്, ഇനി സമയമില്ല, 9 അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. ഉമ്മ ചക്കരമ്മ പഞ്ചാരമ്മ. നമ്മളെ കഥ കുറേശ്ശെ അങ്ങ് പോട്ടെട്ടോ. ഇതന്നെ കുറച്ചായി ഉണ്ടോയെന്ന് അറിയില്ല. കുറേശ്ശെ അങ്ങ് പോയാൽ കുറച്ചാകുമ്പോൾ എല്ലാവരും കാണും. അപ്പം എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ബായ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. അമ്മ ചക്കരമ്മ പഞ്ചാരമ്മ ഞാൻ അത് പറഞ്ഞതാണ്. ഇനി കേട്ടോ ബോറടിക്കോ? ഡെക്സ ബേബി ഈ ഫസ്റ്റ് ഉമ്മ വന്നില്ലല്ലോ, ഐശ്വര്യമായിട്ട് ഒരു ഉമ്മ അങ്ങോട്ട് തന്നു. എന്നാ അമ്മയ്ക്ക് നല്ല ഐശ്വര്യം ഉണ്ടോ? ഓ ജോ 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 കുട്ടി, ബായ്.